contestant. Contestant number 25, Ashwati Ranjit. മാന്യസദസ്സിന് നമസ്കാരം. ഈശ്വരൻ്റെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഞാൻ വിശ്വസിക്കുന്ന സ്ത്രീയായി ജനിക്കാൻ കഴിഞ്ഞതിലും അത് ജാതി മത ഭേദങ്ങളില്ലാതെ എല്ലാവരും ഒരുമയോടെ കഴിയുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിലും ഏറെ അഭിമാനിക്കുന്നു. ഞാൻ അശ്വതി രഞ്ജിത്ത്, രാജനഗരിയായ എൻ്റെ പൂർണ്ണത്രേഷ്യൻ്റെ നാടായ തൃപ്പൂണിത്തുറ എന്നാണ് ഞാൻ വരുന്നത്. വിവാഹം സ്വപ്നങ്ങളുടെ അവസാനമല്ല, മറിച്ച് അതൊരു തുടക്കം മാത്രമാണെന്ന് എന്നെ പഠിപ്പിച്ച എൻ്റെ ജീവിത പങ്കാളിക്കും മിസ്സസ് കേരള എന്ന എൻ്റെ സ്വപ്നത്തിന് ചിറകുകൾ നൽകിയ എസ്പാനിയോ ഇവൻസിനും ഞാൻ നന്ദി പറയുന്നു. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് വിശ്വസിക്കുന്ന ഞാൻ മറ്റുള്ളവരെ ആ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുകയും അവരെ വ്യായാമത്തിൻ്റെ പാതയിലേക്ക് ഏറ്റവും ആസ്വാദ്യകരമായ രീതിയിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു സുംബ ഇൻസ്ട്രക്ടർ കൂടിയാണ്. സ്വന്തം കുടുംബത്തിന് അഭിമാനമാവുകയും തനിക്ക് ചുറ്റുമുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്യുമ്പോഴാണ് ഒരു സ്ത്രീ പൂർണ്ണത നേടുന്നത്. ആ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ് ഞാൻ. എല്ലാവർക്കും ശുഭസായാഹ്നം ആശംസിക്കുന്നു. നന്ദി. Thank you so much, and it's time for us to welcome our next contestant, contestant number 26, Alina Thomas. Namaskaram. A warm good evening to one and all present here to make this evening a memorable one. Ability is what you are capable of doing. Motivation is what you do. And attitude is how well you do it. I'm Dr. Alina Thomas, coming from Kottayam, now resides in Cochin. ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നും എന്നെ ചെല്ലക്കുട്ടിയെ കണ്ടിരുന്ന എൻ്റെ അപ്പ എന്നോട് പറയുമായിരുന്നു, ട്രീറ്റ് മീ ലൈക്ക് യുവർ ഫ്രണ്ട് സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ മീ ടു ബിക്കം ദ ബെസ്റ്റ് ഫാദർ. എൻ്റെ ഭർത്താവ് മജേഷ് എന്നോട് പറഞ്ഞു, ഗോ ചേസ് യുവർ ഡ്രീംസ് ആൻഡ് മാർക്ക് യുവർ പ്രസൻസ്. അമ്മ പറയുമായിരുന്നു, നോ ഡ്രീം ഈസ് ടു ബിഗ് ഫോർ എ ഡിറ്റർമൈൻഡ് മൈൻഡ്. മകൾ ഇവയോടും ഇത് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏവരുടെ മുഖത്തും ഒരു നല്ല പുഞ്ചിരി എന്ന ഉദ്ദേശത്തോടു കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഓർത്തഡോണ്ടിസ്റ്റായ ഞാൻ യാത്രകളെയും നൃത്തം മറ്റ് കലകളെയും ഏറെ ഇഷ്ടപ്പെടുന്നു. ഏതൊരവസരവും ഒരു പുതിയ തുടക്കമായി കാണുവാനാണ് എനിക്കിഷ്ടം. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീയെ ദേവിയായും ധനമായും കണ്ട ആർഷഭാരത സംസ്കാരത്തിൽ ജീവിച്ച നമ്മൾ എവിടെയോ വെച്ച് സ്ത്രീയെ ഒരു നല്ല സുഹൃത്തായി കാണാൻ മറന്നില്ലേ? സ്ത്രീ ഒരു നല്ല സുഹൃത്താണ്, ഏവർക്കും ഒരു നല്ല സുഹൃത്ത്. അതാണ് മലയാളക്കരയുടെ മുഖമുദ്ര. ഈ മാറ്റത്തിന്റെ ശക്തിയാകുവാൻ ഒരു അവസരം ചോദിച്ചുകൊണ്ട് ഏവർക്കും നന്ദി. Thank you so much. That was contestant number 26. Yes, ladies and gentlemen, we are almost there. Let's welcome contestant number 27, Tara Ravindran. Good evening, everyone.
ആകാശത്തെ നക്ഷത്രങ്ങളിലെ ധാരമായ എൻ്റെ നക്ഷത്രം, പത്മനാഭപുരം മണ്ണിൽ ജനിച്ച് വളർന്ന് ദമ്പതികളുടെ മകളായി ജനിച്ച ഞാൻ താര. ജനിച്ചതും വളർന്നതും കേരളത്തിൻ്റെ സഹോദരി നാട്ടിൽ, അങ്ങ് തമിഴ്നാട്ടിൽ. ഭർത്താവ്, 2 കുട്ടികൾ. മനസ്സിൽ ചെറുപ്പം എന്നും കാത്തു സൂക്ഷിക്കുന്ന മേഖലയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. സ്ഥലപ്പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്കിടയിൽ ഉണ്ട്. സൂര്യനെല്ലി പെൺകുട്ടി മുതൽ വാളയാറിലെ പെൺകുട്ടികൾ വരെ. ഒരു സ്ത്രീയായി ജനിച്ചതിൽ അഭിമാനമുണ്ട്. ഒപ്പം സ്ത്രീ സംരക്ഷണത്തിന് ആക്കം കൂട്ടാൻ ഒരു ശ്രമവും ഉണ്ടാക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. കേരളത്തിൽ നിന്നും ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ വന്ന ഒരുപാട് കണ്ടസ്റ്റൻസിനെ നമ്മൾ പരിചയപ്പെട്ടു. അടുത്തതായി പരിചയപ്പെടാം കണ്ടസ്റ്റന്റ് നമ്പർ 28, സോന എസ്. Good evening, Kochi. Namaskaram. The hand that rocks the cradle is the hand that rules the world. Such is the beauty of a power which we behold. Hence, celebrating my womanhood, അനന്ത പത്മനാഭന്റെ സ്വന്തം മണ്ണിൽ നിന്ന് ഞാൻ സോന ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളിൽ ഒരാളായി അഭിമാനത്തോടെ നിൽക്കുന്നു. ബിടെക് MBA പോസ്റ്റ് ഗ്രാജുവേറ്റ് ഞാൻ ഏർണസ്റ്റ് ആൻഡ് യങ്ങിൽ HR എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്നു. എന്നെ ഞാനാക്കിയതും എന്നിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ക്വാളിറ്റീസും എൻ്റെ സെൽഫ് കോൺഫിഡൻസും പേഷ്യൻസുമാണ്. ഒരു സ്ത്രീക്ക് അണിയാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആഭരണമാണ് ആത്മവിശ്വാസം. ഈ ഗുണങ്ങളാണ് എന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നതും ഏത് സാഹചര്യത്തിലും നേട്ടം കൈവരിക്കാൻ സഹായിക്കുന്നതും. ആൻഡ് I strongly believe best thing that come up to those who never give up. Today can be hard, tomorrow can be worse, but day after tomorrow is a sunshine. Nandi, namaskaram. Thank you so much, Sona. Ladies and gentlemen, it's now time to welcome the next contestant, contestant number 29, Lakshmi Unnikrishnan. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാൻ ലക്ഷ്മി ഉണ്ണികൃഷ്ണൻ, രാജപ്രൗഢിയുടെ സുവർണമുദ്രകൾ പേറുന്ന തിരുവനന്തപുരത്തിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 10 വർഷമായി വികസന വിപ്ലവത്തിൻ്റെ പര്യായമായ സിംഗപ്പൂരിൽ പ്രവാസിയായി ജീവിക്കുന്നു. കുഞ്ഞുനാൾക്ക് മുതലേ എൻ്റെ ജീവിതത്തെ വർണ്ണാഭമാക്കിയ 2 സ്വപ്നങ്ങളാണ്. ഒന്ന്, നർത്തകിയാകണമെന്നുള്ളത്. ആ സ്വപ്നം ഞാൻ സാക്ഷാത്കരിച്ചത്. ഇന്ന് ഞാൻ സിംഗപ്പൂർ ഇന്ത്യൻ ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ ഭരതനാട്യത്തിൽ 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. എൻ്റെ രണ്ടാമത്തെ സ്വപ്നം ഇങ്ങനെ ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കണം എന്നതാണ്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, നാം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഓടി ഒളിക്കരുത്. സ്വപ്നങ്ങളെ താലോലിക്കുന്നവർ വസ്തുതകളെ സ്വന്തമാക്കിയവരെക്കാൾ ശക്തരാണ്.
എൻ്റെ രണ്ടാമത്തെ സ്വപ്ന സാഫല്യത്തിലേക്കുള്ള യാത്രയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ എത്തിച്ചത്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ എൻ്റെ കേരളം, എൻ്റെ നാട്ടുകാരുടെ ഇടയിൽ മറ്റെന്ത് വേദിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്? ഈ വേദി എനിക്ക് തന്ന ഈശ്വരനോട്, ഇതിൻ്റെ സംഘാടകരോട്, കുടുംബാംഗങ്ങളോട്, ഗുരുക്കന്മാരോട്, എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എന്നിൽ അർപ്പിച്ച പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കാൻ ഞാൻ പ്രയത്നിക്കും. കാരണം സ്വപ്നങ്ങളാണ് നമ്മളെ നയിക്കുന്നതും വിജയിപ്പിക്കുന്നതും. താങ്ക് യു. Thank you, Lakshmi. Moving on to our next contestant. Contestant number 30, Rahana Ranjit. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് സാക്ഷാത്കരിക്കാൻ കൂടി വേണ്ടിയുള്ളതാണ്. എൻ്റെ സ്വപ്ന സാക്ഷാത്കാര വേദിയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. നമുക്കെല്ലാം കുറേ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ ദൃഢമാണെങ്കിൽ അത് നേടിയെടുക്കാൻ നമ്മുടെ കൂടെ ലോകം മുഴുവൻ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രഹന രഞ്ജിത്ത്. ഒരു 21 വയസ്സുകാരി പെൺകുട്ടിക്ക് അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വലിയ വില നൽകുന്ന ഒരു ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ ഉത്തമ ലക്ഷ്യബോധമുള്ള ഒരു സ്ത്രീയായി ഞാൻ മാറി. ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വന്നപ്പോൾ മാതൃത്വം, അമ്മയാണ് ഒരു സ്ത്രീയുടെ പൂർണ്ണത എന്ന് ഞാൻ അറിഞ്ഞു. ഇന്ന് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നൃത്തവും കൊണ്ടുപോകുന്നു. കുടുംബിനി എന്ന നിലയിൽ മാത്രമല്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, ജീവിതത്തിന് തന്നെ മാതൃകയായ സ്ത്രീകളെയാണ് ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്. മാറ്റം കൊണ്ടുവരിക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നതെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഏവർക്കും ശുഭ സായാഹ്നം നേർന്നുകൊണ്ട് നന്ദി. Thank you so much. Ladies and gentlemen, we are at the big 3:30. And now it's time to welcome the next contestant, and that is contestant number 31, Sarita Ravindranath. ബഹുമാന്യ സദസ്സിന് നമസ്കാരം. സ്ത്രീ സൗന്ദര്യം എന്നത് ശാരീരികമായ വസ്തുവാണെന്ന് കരുതുന്ന ഈ കാലത്ത് സ്ത്രീയുടെ സൗന്ദര്യം എന്നത് ഞാൻ വിശ്വസിക്കുന്നു അത് അവളുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി അവൾ ജീവിക്കുമ്പോഴാണ്. സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം എന്നത് അവളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത തന്നെയാണ്. ഒരു വനിതാ കോളേജിലെ അധ്യാപിക എന്ന നിലയിൽ ഞാൻ എൻ്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദേശങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഞാൻ സരിത രവീന്ദ്രനാഥ്, അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ മകളും പാലക്കാടിൻ്റെ മരുമകളുമാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന ഭർത്താവ് മനോജ്, മകൾ ശീതൾ അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. മഞ്ചേരി നോബിൾ വിമൻസ് കോളേജിലെ അധ്യാപികയായി വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ റിസർച്ച് സ്കോളർ കൂടിയാണ്.
സ്വപ്നം കാണുക, അതിലേക്കെത്താൻ ആത്മാർത്ഥമായി ആത്മവിശ്വാസത്തോടെ പരിശ്രമിക്കുക എന്ന് പറഞ്ഞു തന്ന എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ഈ വേദിയിൽ ഞാൻ നമിക്കുന്നു. എല്ലാവർക്കും ശുഭസായാഹ്നം നേർന്നുകൊണ്ട് നന്ദി. Thank you so much, Sarita. Ladies and gentlemen, ഒരു കണ്ടസ്റ്റന്റിനെയും കൂടി നമുക്ക് പരിചയപ്പെടാനുണ്ട്. And that is contestant number 32, Aparna Nair. മാന്യ സദസ്സിന് എൻ്റെ വിനീതമായ നമസ്കാരം. ഏതു ദൂസര സങ്കല്പത്തിൽ ജനിച്ചാലും ഏതു യന്ത്രവൽകൃത ലോകത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഒരിത്തിരി കൊന്നപ്പൂവും. ഈ വരികൾ പോലെ തന്നെ ഗൃഹാതുരത്വവും മലയാള നന്മയും പകർന്നു തന്ന ഒരച്ഛൻ്റെ മകൾ. ഭാര്യ എന്ന പദവി അലങ്കരിക്കുന്നതിനോടൊപ്പം മാതൃത്വം എന്ന മാധുര്യം അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരമ്മ. ഞാൻ ഡോക്ടർ അപർണ നായർ. തീയങ്ങളുടെയും തിറകളുടെയും നാടായ കണ്ണൂർ സ്വദേശിനിയാണ്. ഞാനൊരു ഡെൻ്റൽ സർജനാണ്. അഹമ്മദാബാദിലാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. നൃത്തത്തോടൊപ്പം സാഹിത്യത്തിലും കവിതകൾ എഴുതാനും ഞാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. വിവാഹത്തോടെ സ്വപ്നങ്ങൾ കാണാൻ മറന്നു പോകുന്നവരാണ് നമ്മളിൽ പല സ്ത്രീകളും. പക്ഷേ വിവാഹം സ്വപ്നങ്ങളുടെ തുടർച്ച മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എൻ്റെ ആഗ്രഹങ്ങളെ കയ്യെത്തിപ്പിടിക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അർപ്പണ മനോഭാവവും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നം വിദൂരമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിലെ നന്മ കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരിലും ഒരു പുഞ്ചിരി വിടർത്താൻ സാധിക്കുമെങ്കിൽ അവിടെയാണ് എൻ്റെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. നാളത്തെ പ്രഭാതങ്ങൾ നന്മയുടെ കിരണങ്ങളായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ശുഭസായാഹ്നം. നന്ദി. Thank you so much. So, ladies and gentlemen, these are the dynamic 32 finalists of Espanol Events Presents Aushadhi Mrs. Kerala 1920. Well, ladies and gentlemen, they are women who balance so many things, their family, their careers, their dreams, and so it's no wonder that they balance very well on the high heels and silk saris. So, ladies and gentlemen, these wonderful women will see you again very quickly after an attire change where they will take the ramp in beautiful western wear garments.